ഇന്ന് രണ്ട് ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ്. നമ്മുടെ ഹെൻറി അച്ഛൻ പറഞ്ഞതുപോലെ ഇത് തികച്ചും ഉചിതമായ ഒരു ആഘോഷമാണ്. ഇന്ന് 6-ാം തീയതി നമ്മുടെ പരിശുദ്ധ പിതാവ് റോമിലെ ജൂബിലിയുടെ വാതിൽ അടച്ചുകൊണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് വിരാമമിടുന്ന പുണ്യപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന നമ്മുടെ സുക്കോളച്ചൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗത്തിലേറിയതിൻ്റെ 12-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇത് നമ്മുടെ സഹോദരൻ ഇവിടെ പാടിയല്ലോ, ഇത് കർത്താവ് നൽകിയ ദിവസമാണിത്. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. നമ്മളെല്ലാവരും ഏറ്റുപറയുകയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളും ആഘോഷിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, കർത്താവ് നൽകിയ ദിവസമാണിത്, നമുക്ക് ഇന്ന് ആനന്ദിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം. ഇന്ന് ഈ ആനന്ദത്തിൽ പങ്കുചേരുവാൻ വേണ്ടി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ത്യാഗം സഹിച്ച് ഇവിടെ വന്നിട്ടുള്ള രൂപത മക്കളായി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ് നിങ്ങൾ എന്ന് എൻ്റെ 14 കൊല്ലത്തെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സുക്കോളച്ചനോട് നിങ്ങളെല്ലാവരും നന്ദിയുള്ളവരാണ്. നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ പ്രത്യാശയ്ക്ക്, സ്നേഹത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാണ്. ആ നന്ദി സൂചകമായിട്ടാണ് ഇന്നിവിടെ കൂട്ടം കൂട്ടമായി നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് ഞങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ അഭിമന്യ അലക്സ് പിതാവിനെയും ഡെനിസ് പിതാവിനെയും മറ്റുള്ള എല്ലാ സംഘാടകരെയും ഞാൻ പ്രത്യേകം ഈ ദിവസം അഭിനന്ദിക്കുകയും അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. അലക്സ് പിതാവിൻ്റെ സംഘാടക പാടവം പണ്ടേ മുതൽ എനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടിരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. റോമിൽ വെച്ചും അതുപോലെ മറ്റു പല ലേഖകളിൽ വെച്ചൊക്കെ. അപ്പം അദ്ദേഹം ആ സംഘാടക പാടവം ഇവിടെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നൽകുന്നു. അതുപോലെ ഡിപ്ലോമാറ്റിക് സർവീസിലൊക്കെ പ്രവർത്തിച്ച നമ്മുടെ ഡെനിസ് പിതാവിൻ്റെ വലം കൈയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കണ്ണൂർ രൂപത വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ നമുക്ക് സർവന്റ് ഓഫ് ഗോഡായി, ദൈവദാസനായി നമ്മുടെ പ്രിയപ്പെട്ട സുക്കോളച്ചനുണ്ട്. നമുക്ക് ധന്യയായി സിസ്റ്റർ സെലിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മദർ പേത്രയുണ്ട്. സർവന്റ് ഓഫ് ഗോഡായി, ദൈവദാസിയായി ഇനിയും വിശുദ്ധരാകാൻ നിരന്നിരിക്കുന്ന വ്യക്തികൾ ഈ രൂപതയിലുണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 10-11 മണിയായിട്ടുണ്ട്. ഞാനും അലക്സ് പിതാവും അതുപോലെ ഡെനിസ് പിതാവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡെനിസ് പിതാവ് പറയുകയായിരുന്നു, ഞാൻ കണ്ണും കണ്ണാടിയിലും ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ സുക്കോളച്ചനെ കണ്ടിട്ടില്ലെങ്കിലും പലതും വായിച്ചു മറിഞ്ഞ് എനിക്ക് മനസ്സിലാക്കിയ സത്യം
ഞാൻ അതിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളിൽ ശരിക്കും വിശ്വാസത്തിന്റെ വെളിച്ചം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഒന്നാമത്തേത് തോമസ് ശ്ലീഹയാണ്, രണ്ടാമത്തേത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ്. എന്നാൽ ഈ വടക്കൻ മലബാറിൽ വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ ദീപം കത്തിജ്വലിപ്പിച്ച മഹൽ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചുക്കോളച്ചനെന്ന് അദ്ദേഹം തന്റെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മളിവിടെ നേരത്തെ ഹെൻറി അച്ഛനൊക്കെ സൂചിപ്പിച്ചതുപോലെ ധാരാളം മിഷനറീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെയൊക്കെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുകയാണ്. സുക്കോളച്ചനെയും ഡെൽസോട്ടച്ചനെയും കൈറോണി അച്ഛനെയും മൊന്തനാരി അച്ഛനെയും ബെന്റമിൻ അച്ഛനെയും അതുപോലെ മറ്റു മിഷനറീസിനൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്, അവരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ മിഷനറി പ്രവർത്തനം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നത് പോലെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും എൻ്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും അങ്ങനെ പറയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മളുടെ ചരിത്രത്തിലെ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ മിഷനറിയായി നമ്മൾ സുക്കോളച്ചനെ കാണുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി പ്രത്യാശയെക്കുറിച്ചോ ജൂബിലിയെക്കുറിച്ചോ സുക്കോളച്ചനെ കുറിച്ചൊന്നും ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കാരണം സുക്കോളച്ചനെ കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും നമ്മളുടെ പ്രിയപ്പെട്ട ഹെൻറി അച്ഛൻ പ്രസിദ്ധനായ ധ്യാനഗുരുവാണ്. അദ്ദേഹം ധ്യാനം എന്നതുപോലെ നമ്മളോടൊക്കെ പറയുകയുണ്ടായി. അവസാനം അദ്ദേഹം ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ അലക്സ് പടക്കുന്നതിലെ പിതാവിനോട് പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ലാളിത്യം പറഞ്ഞു, ദാരിദ്ര്യം പറഞ്ഞു, പ്രാർത്ഥന പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അടുത്ത ഇടങ്ങളിലേക്കുള്ള സാന്നിധ്യം, അതിനെക്കുറിച്ച് പറഞ്ഞു. പറയാത്ത ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് പറയുന്നു, ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിരുന്നു. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം എല്ലാം പറഞ്ഞു. അപ്പൊ ഞാനിത് നമ്മളുടെ അലക്സ് പിതാവുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി. പക്ഷേ ആമുഖം എന്ന പേരിൽ ബാക്കിയുള്ളതും കൂടി അദ്ദേഹം പറഞ്ഞു തീർത്തു. ഇനിയിപ്പോ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവര് രണ്ടുപേരും ഞാൻ ദിവസങ്ങളോളം കുത്തിയിരുന്ന് എൻ്റെ 14 കൊല്ലത്തെ അനുഭവങ്ങള്, ഈ കൊല്ലത്തിനുമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങള്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 14 വർഷം ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ കൂടെ 14 വർഷങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഈ മണ്ണിൽ വാരി വിതറിക്കൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു. ഗലീലിക്കാരനായ ഈശോ നടന്നു നീങ്ങിയതുപോലെ തന്നെ നടന്നു നീങ്ങിയ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുക്കോളച്ചൻ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് പറ്റാവുന്ന ഒരു കാര്യം പറയാവുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈശോ സഭയുടെ ജനറലായിരുന്ന ഫാദർ പെദ്രോ അരൂപ്പെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പണ്ട് വായിച്ചതാണ്, ജസ്റ്റിസ് ആൻഡ് പീസ്, സമാധാനവും സന്തോഷവും. ആ പുസ്തകത്തിൽ സമർപ്പിത ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് ടു ബി വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. 2, ഇറ്റ് ഈസ് ടു വർക്ക് വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്.
It is to work like Jesus. യേശുവിനെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. It is to proclaim good news of salvation to all men and women. എല്ലാവർക്കും രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. It is to heal the sick. രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടിയാണ്. It is to feed the hungry. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. It is to cast out devils, demon. പിശാചിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. ഈ മിഷനാണ് നമ്മുടെ സുക്കോളച്ചൻ നമ്മുടെ ഇവിടെ ജീവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിനെ പോലെ ഗലീലയിലുടനീളം മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ദൈവരാജ്യം ഇതാ വന്നിരിക്കുന്നു, പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവരെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പോലെ ഇവിടെയുള്ള ഓരോ വീടുകളും കയറിയിറങ്ങി. അലക്സ് പിതാവ് പറഞ്ഞില്ലേ, 30-ലധികം പള്ളികളിൽ അവിടെയൊക്കെ സ്നേഹത്തിന്റെ സന്ദേശം, സ്നേഹത്തിന്റെ സൗരഭ്യം നൽകിക്കൊണ്ട് അദ്ദേഹം കടന്നു പോവുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, സുക്കോളച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജൂബിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ 3 വായനകൾ നിങ്ങൾ പ്രത്യേകം കേട്ടിട്ടുണ്ടായിരിക്കാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ വായന മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയ മോശയെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ജനങ്ങൾ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടുന്നൊന്നും പറ്റുന്നില്ല. അവർക്ക് വിശന്നു, ദാഹിച്ചു. അപ്പോൾ അവർ മോശക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. മോശക്കെതിരെ പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതിന് തുല്യമാണ്. അതിന്റെ ഫലം അവർ അനുഭവിച്ചു. അവർ കരഞ്ഞു. ആ കരച്ചിൽ ഉത്തരമായിട്ട് ദൈവം മോശയോട് പറയുകയാണ്, പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അവിടെ കുത്തി നിർത്തുക, അതിൽ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, സുക്കോളത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കരഞ്ഞ നിരവധി വ്യക്തികളുണ്ട്, കണ്ണീരൊഴുക്കിയ നിരവധി വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പിത്തള സർപ്പം പോലെ ഉയർത്തപ്പെട്ട വ്യക്തിയാണ് സുക്കോളച്ചൻ. ആ പിത്തള സർപ്പത്തെ നോക്കിയവർ അവരുടെ വിശപ്പ് മാറ്റി, അവരുടെ ദാഹം മാറ്റി, അവരെ പരദേശിത്വം മാറ്റി, അവരെ വീടില്ലായ്മ മാറ്റി, അവരെ വസ്ത്രമില്ലായ്മ മാറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് പ്രത്യാശ ലഭിച്ചു, അവർക്ക് വിശ്വാസം ലഭിച്ചു, അവർക്ക് സ്നേഹം ലഭിച്ചു, അവർക്ക് ഒരു രക്ഷകന് ലഭിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ പോലെ ഈ ദേശത്ത് ഉയർത്തപ്പെട്ട ആ വിശുദ്ധനായ മനുഷ്യനെ വേഗം തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ വായന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പലപ്പോഴും കേട്ടിട്ടുള്ള വായനയാണ്. ദൈവം തന്റെ പുത്രനിലൂടെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന പ്രക്രിയയാണ് അവിടെ വായിക്കുന്നത്. ഇതിനെപ്പറ്റി വിശുദ്ധ അത്തനേഷ്യസ് പറയുകയുണ്ടായി, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവീകനാക്കാൻ, ദൈവം ദരിദ്രനായ മനുഷ്യനെ സമ്പന്നനാക്കാൻ, ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചു. ശൂന്യമായ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ ശൂന്യവൽക്കരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തു പിറന്ന നാട് ബത്ലഹേമാണ്.
ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പത്തിന്റെ ഭവനം. അപ്പത്തിന്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവന്റെ അപ്പമായി തീർന്നവനാണ് യേശു ക്രിസ്തു. ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്നുള്ള പ്രത്യാശയുടെ സന്ദേശം അവിടെ നമുക്ക് നൽകുകയുണ്ടായി. ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് സുക്കോളത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരുന്ന കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബെത്ലഹേം ദൈവം ചുരുങ്ങിയ സ്ഥലമാണ്. ദൈവം എളിമപ്പെട്ട സ്ഥലമാണ് ബെത്ലഹേം. ദൈവം തന്റെ മഹിമ മറന്നുകൊണ്ട് മനുഷ്യനായി തീർന്നിടമാണ് ബെത്ലഹേം. ദൈവം സ്വയം മനുഷ്യന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലമാണ് ബെത്ലഹേം. ഈ ബെത്ലഹേം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ ലോകത്ത് സമാധാനം വേണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ സമാധാനം വേണമെങ്കിൽ, ദൈവം കാണിച്ചതുപോലെ മനുഷ്യൻ ചെറുതാകാൻ, മനുഷ്യൻ സ്വയം ശൂന്യവൽക്കരിക്കാൻ, മനുഷ്യൻ വിട്ടുകൊടുക്കാൻ, മനുഷ്യൻ ചെറുതാകാൻ, കുനിയാൻ പഠിക്കണമെന്നുള്ളതാണ്. നമ്മുടെ സുക്കോളത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതം എളിമയുടെ ജീവിതമായിരുന്നു, കുനിയപ്പെട്ട ജീവിതമായിരുന്നു. എല്ലാം അദ്ദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ സ്വത്തോ മറ്റൊന്നും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചാൽ എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സന്ദേശം ജീവിക്കുകയായിരുന്നു. നിങ്ങൾ അദ്ദേഹം കിടക്കുന്ന മുറി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കിടന്നിരുന്നത് ഒരു ചെറിയ കട്ടിലായിരുന്നു. ആ കട്ടിലിൽ രാത്രി മുഴുവനും കിടക്കുന്നത് ഒരു പഴയ പുതപ്പുണ്ടായിരുന്നു, കമ്പിളി പുതപ്പ്. ആ പുതപ്പ് മൂടിയിട്ടാണ് അദ്ദേഹം കിടക്കാറ്. നമ്മൾ വിചാരിക്കും ഈ ചൂടില് ഈ കമ്പിളി പുതപ്പുമായിട്ട് എങ്ങനെ അദ്ദേഹം ജീവിക്കുന്നുവെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മദർ തെരേസയില്ലേ, ഈ മദർ തെരേസ സമ്പന്നയായ ഒരു വ്യക്തിയായിരുന്നു. ധാരാളം പണം മദർ തെരേസയ്ക്ക് ധാരാളം രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ മദർ തെരേസ ഒന്നും ഉപയോഗിക്കാതെ അതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. സുക്കോളച്ചൻ ഇതുപോലെ തന്നെയാണ്. എത്രയോ പണം ഇറ്റലിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വന്നു. 5 പൈസ പോലും തനിക്ക് വേണ്ടി ഉപയോഗിക്കാതെ തന്റെ അടുത്ത് വരുന്നവർക്ക് കൊടുത്തുകൊണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരെ വലിയ വ്യക്തികളാക്കി വളർത്തുകയായിരുന്നു. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവം കരുണയുടെ മുഖമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു പ്രവാചകനാണ് നമ്മുടെ സുക്കോളച്ചൻ എന്ന് നമ്മളെല്ലായിടത്തും പറയണം. ആ സുക്കോളച്ചൻ നിങ്ങളെല്ലാവരെയും പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.